ഇവളുടെ പേര് ടെസ്സ എന്നാണ്. ഇത് അസ്കി എന്ന് പറഞ്ഞ ബ്രീഡാണ്. അസ്കി തന്നെ ഊളിക്കോട്ടാണിത്. പിന്നെ ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് സൈബീരിയയിലാണ്. ഇതിപ്പം ആദ്യകാലത്ത് ഇത് സൈബീരിയയിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ AC ഒക്കെ വേണമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ജനറേഷൻ ഇവിടെ തന്നെ ബ്രീഡായി വന്നതിന് ശേഷം ഇവർ ഈ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മുടെ കയ്യിൽ അസ്കിയുടെ മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതിനെ കോമ്പ് ചെയ്യും. ഇത് അസ്കിയുടെ കൂട്ടത്തിൽ ഏറ്റവും ലോങ് ഹെയർ ഉള്ള ബ്രീഡാണ് ഊളിക്കോട്ട് എന്ന് പറയുന്നത്. ഊളിക്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവി ഷോർട്ടായിരിക്കും സ്റ്റാൻഡേർഡിനെ കാട്ടി. ഡോഗ്സിനെ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഹെയർ ഇടയ്ക്കിടയ്ക്ക് പൊഴിയും. പക്ഷെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധമൊക്കെ ഇതിൻ്റെ ഷഡിങ് കുറയും. പിന്നെ ചില ക്ലൈമറ്റിൽ ഇതിന് ഷഡ് ചെയ്യും, ഇതിൻ്റെ ഹെയർ ലോസായിട്ട് ഇങ്ങനെ ഷഡ് ചെയ്യും. ആ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ചില ശ്വാസമുട്ടുള്ളവർക്കൊക്കെ. അസ്കി പ്യുവർ വൈറ്റ് വരാറുണ്ട്. പിന്നെ വരുന്നതെല്ലാം ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ടാൻ, ബ്ലാക്ക് ആൻഡ് റെഡ് അങ്ങനെയുള്ള കളറുകളാണ് അസ്കിയിൽ വരാനുള്ളത്. കൂടുതൽ വളർത്തുന്നത് പെറ്റായിട്ടാണ് വളർത്തുന്നത് അസ്കി. നമുക്ക് ഒരു പെറ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അസ്കി നമുക്ക് ഏത് രീതി വേണമെങ്കിലും വളർത്താം. നമുക്ക് വീട്ടിനകത്തിട്ട് വേണമെങ്കിലും വളർത്താം. പക്ഷേ ഹെയർ നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിലൂടെ ചിലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് ലോസ് ആവത്തില്ല ഹെയർ. അസ്കിക്ക് ബ്ലൂ ഐ ആണ് ഡിമാൻഡ്. എപ്പോഴും ബ്ലൂ ഐക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ബ്ലാക്ക് ഐ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. അസ്കി ബ്ലൂ ഐ ആണ് എപ്പോഴും ഡിമാൻഡുള്ളത്. നമ്മുടെ ഇരിക്കുന്ന എല്ലാം ബ്ലൂ ഐ ആണ്. നമ്മുടെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഇച്ചിരി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ കണ്ണിൽ നിന്ന് ചെറിയൊരു കണ്ണൈ പോലത്തെ ഇത് വരും. പക്ഷേ അത് ചില ഡോഗിന് വലിയ പ്രശ്നമായിട്ട് വരും, ചിലതിന് വലിയ പ്രശ്നം ആവത്തില്ല. ആ ക്ലൈമറ്റ് മാറുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. പിന്നെ ഫുഡ് ഇതിന് ഓവറായിട്ട് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മീനൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരുപാട് ചൂടുള്ള ആഹാരങ്ങൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. എപ്പോഴും നമ്മൾ ഇവരെ ഫുഡ് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ ആഹാരങ്ങളും കഴിക്കും. ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ ഇവരുടെ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ ഇവർ കുരയ്ക്കും, ചില സമയങ്ങളിൽ ഇവർ ഇങ്ങനെ കുറുക്കനും അതൊക്കെ ഓളിയിടുന്ന പോലെ ഊളം വിളിക്കും. പിന്നെ പൊതുവേ ഇവരിങ്ങനെ കൂവുന്ന ആളുകളാണ്. അസ്കി എന്ന് പറയുമ്പോൾ കൂവൽ എന്നാണ് ഇവരെ കൂവുന്ന ആളുകളാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്കിവിടെ കൂവൽ വലിയ ബുദ്ധിമുട്ടൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പെറ്റ്സ് എല്ലാം എനിക്ക് കൊച്ചുനാൾ പോലെ എനിക്ക് പെറ്റിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ കയ്യിൽ പെറ്റുണ്ട്. അത് ഡോഗുണ്ട്, ബേഡ്സ് ഉണ്ട്, ഫിഷുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ പുതിയ ബ്രീഡുകൾ വരുമ്പോഴും എനിക്ക് അവരെ മേടിക്കണം, അതിനെ വളർത്തണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത് കണക്കുള്ള ബ്രീഡുകളൊക്കെ ഉള്ളത്. ചിലപ്പം ഡോഗിനെ മേടിച്ചുകൊണ്ട് പോയി ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവർ പറയും നമുക്ക് ഡോഗിനെ വളർത്താൻ ബുദ്ധിമുട്ടാണ്, അതിനെ നോക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡോഗിനെ നമ്മൾ വളർത്താൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മേടിച്ച് കഴിഞ്ഞാൽ അവസാനം വരെ അതിനെ നോക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഡോഗുമായിട്ട് ചിലവാക്കാൻ സമയമുള്ളവർ മാത്രമേ ഡോഗിനെ വളർത്താൻ പാടുള്ളൂ. പിന്നെ വളർത്തി കഴിഞ്ഞ് ഒരു ഡോഗിനെ വളർത്തി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുവാണെങ്കിൽ ആ ഡോഗിനെ തെരുവിൽ അഴിച്ചു വിടുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കുന്നവർ ഡോഗിനെ വളർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. അവർ മൊബൈലിൽ കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അപ്പോൾ അവർക്ക് ഈ ചിലവ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡും എപ്പോഴും നല്ല റിലാക്സ് ആവും. അവർക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഒരു ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതുമായിട്ട് കളിച്ച് സമയം ചിലവഴിക്കും. പിന്നെ അവരുടെ മൈൻഡുകൾ ചീത്ത സ്വഭാവത്തിലോട്ടൊന്നും പോകത്തില്ല ഡോഗ് ഉണ്ടെങ്കിൽ. അത് ഏത് അനിമൽസിനെ വളർത്തിയാലും കുട്ടികളുടെ മൈൻഡ് റിലാക്സ് ആവും. അവർക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു പെറ്റിനെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ അമ്മയെയും അച്ഛനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാം അവർ നല്ല രീതിയിൽ സ്നേഹിക്കും. നമ്മളിവർക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 100 മടങ്ങ് സ്നേഹം നമുക്ക് ഇവർ തിരിച്ചു തരും. അതാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഡോഗ്സിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രമേ ഡോഗ്സിനെ മേടിക്കാവൂ. അല്ലാതെ ഡോഗ്സിനെ വളർത്തിയിട്ട് പകുതി ആകുമ്പം 6 മാസം വളർത്തിയിട്ട് എനിക്ക് നോക്കാൻ വയ്യ അങ്ങനെയുള്ളവരൊന്നും ഡോഗ്സിനെ വളർത്തരുത്.
പിന്നെ ഡോഗ്സിന് ചിലർക്ക് സ്ഥലപരിധി കുറവായിരിക്കും, അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഡോഗുകളെ സെലക്ട് ചെയ്ത് വളർത്തുക. നമ്മുടെ കെനൽ വരുന്നത് കുണ്ട്രയാണ്, കൊല്ലം കുണ്ട്രയിൽ നിന്ന് കുണ്ട്ര പള്ളിമുക്കിൽ നിന്ന് മുളവനെ പോകുന്ന വഴി 1 കിലോമീറ്റർ അകത്തോട്ടാണ് നമ്മുടെ കെനൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രീഡിൻ്റെയും സ്റ്റഡ് സർവീസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ബോർഡിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടുകളിൽ പോയി ഡോഗിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡോഗിൻ്റെയും പപ്പീസ് നമ്മുടെ കയ്യിൽ എല്ലാ സമയത്തും കാണും. പിന്നെ അഡൽട്ട് ഡോഗുകൾ ആവശ്യമുള്ളവർക്ക് അഡൽട്ട് ഡോഗുകളെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്.